നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോയാണ്. കേരളത്തിൽ റാഗിങ്ങിന് ഇടയാക്കിയ സംഭവങ്ങൾ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, അതിലൊരു വിശ്വാസിയുടെ കുട്ടിയുണ്ടെന്ന് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ കൊല്ലുവാനിടയായി. തുടങ്ങിയുള്ള അനേക സംഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്നു, കാണുന്നു. വാസ്തവത്തിൽ എന്താണ് ഈ തലമുറകൾക്ക് സംഭവിക്കുന്നത്? ഒന്നാമത് മനസ്സിലാക്കാനിടയാകുന്നത്, ഈ കുട്ടികളാരും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരോ മാനസാന്തരപ്പെട്ടവരോ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച കുട്ടികളോ അല്ല. മാതാപിതാക്കൾ പോകുന്ന പെന്തക്കോസ്ത് പള്ളികളിൽ പോകുന്നു എന്നുള്ളതല്ലാതെ, ഫെയ്ത്ത് ഹോമിൽ പോകുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അവർ രക്ഷിക്കപ്പെട്ടവരോ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ വന്നതോ ഉള്ളതല്ല. അങ്ങനെയുള്ള സാഹചര്യം അവർക്കുണ്ടായിട്ടില്ല. രണ്ട്, അവർ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവരിറങ്ങിച്ചെല്ലുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ കാണുന്ന ആ സാഹചര്യങ്ങളെ വികാരപൂർവ്വം അവർ കൈകാര്യം ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വൈകാരികമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലെന്ന് അവർക്കറിയത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതവർ പഠിക്കണമെങ്കിൽ ദൈവവചനം നന്നായി പഠിപ്പിക്കുകയും ചെയ്യണം. രണ്ട്, ഈ നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും, പെന്തക്കോസ്തുകാർ, കൈകൊട്ടാൻ പോകുന്നവർ, അല്ലെങ്കിൽ സ്വോത്രക്കാർ, ഹല്ലേലൂയക്കാർ എന്നൊക്കെ പറയുമ്പോൾ അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല. ഈ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം എന്താണെന്ന് അവർക്കറിയത്തില്ല. ദൈവത്തിൻ്റെ സർവായുധ വർഗം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയത്തില്ല. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് താല്പര്യമില്ല. ഈ യഥാർത്ഥത്തിൽ അവർ സുവിശേഷം കേട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരായോ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള കുട്ടികളല്ല ഭൂരിഭാഗം പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ഈ ജനറേഷനൊന്നും. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് എൻ്റെ അറിവിലും പരിചയത്തിലുമില്ല. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്നത് ക്രിസ്തുവിനെയല്ല. ദൈവം സ്നേഹമാണല്ലോ. ഈ സ്നേഹം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല, അവർക്ക് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ഉള്ളിലുള്ളവർ അവരെ സ്നേഹിക്കുകയും ഈ വാളെടുത്ത പത്രോസിനോട് വാൾ നീ ഉറയിലിടുവിൻ, വാളെടുത്തവൻ വാളാലെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. യേശുക്രിസ്തു ആയുധങ്ങൾ വാളുകൊണ്ടൊന്നുമല്ല സുവിശേഷം ഈ ലോകമെമ്പാടും തൻ്റെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അഥവാ ക്രിസ്തുവിലേക്ക് ദൈവം മനുഷ്യരെ ആകർഷിച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല, നമ്മൾ ലോകത്തിൽ കാണുന്ന ആയുധങ്ങൾ കൊണ്ടൊന്നുമല്ല. സ്നേഹമെന്നൊരായുധം കൊണ്ടാണ് കർത്താവ് ലോകത്തെ കീഴ്പ്പെടുത്തിയത്. നമ്മുടെ തലമുറകളും ആ ഒരു സ്നേഹത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ആ സ്നേഹം എന്തെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ അവർ പോകുന്ന ഫെയ്ത്ത് ഹോമിലെ ദേവദാസന്മാർക്ക്, സഹോദരങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അവരെ മാതാപിതാക്കൾ വാസ്തവത്തിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആ കുഞ്ഞുങ്ങളിലേക്ക് പകർത്തി കൊടുക്കുവാൻ അവരുടെ ജീവിതത്തിലും ദൈവം സാഹചര്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഇങ്ങനൊരു സാഹചര്യം കേൾക്കുവാനിടയായത് പെട്ടെന്ന് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തത്. വളരെ വിശദമായിട്ട് നല്ലൊരു വീഡിയോ അതിനുവേണ്ടി ചെയ്യണമെന്ന് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട്
നിർത്തുന്നു.